വിശുദ്ധ മത്തായിയുടെ സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള ഭാഗം. യേശു ഗലീലായിൽ നിന്ന് പുറപ്പെട്ട യോർദാന്റെ മറുകരയിൽ യഹൂദ്യ ദേശത്തെത്തി. വലിയ ജനക്കൂട്ടം അവന്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവരുടെ രോഗികളെ സുഖപ്പെടുത്തി. യേശുവിന്റെ അടുത്ത് പരീശന്മാർ ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട്, ഏതെങ്കിലും കാരണത്താൽ ഒരു ഭാര്യയെ ഉപേക്ഷിക്കുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അവനവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചുവെന്നും അതുകൊണ്ട് പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്ന് അവർ ഇരുവരും ഒരു ശരീരമായി തീരുമെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതിനാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. വീണ്ടും പരീശർ അവനോട്, അങ്ങനെയെങ്കിൽ ഉപേക്ഷണപത്രം കൊടുത്ത് ഭാര്യയെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചെന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അവനവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ ഉപേക്ഷിക്കുവാൻ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാനോ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരക്കുറ്റം കൊണ്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അവനോട്, ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഇങ്ങനെയെങ്കിൽ വിവാഹം ചെയ്യുന്നത് തന്നെ നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഇതിന് യോഗ്യനല്ല. കാരണം മാതാവിന്റെ ഉദരത്തിൽ തന്നെ ഷണ്ണന്മാരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യർ ഷണ്ണന്മാരാക്കുന്നവരുണ്ട്. സ്വർഗരാജ്യത്തിനായി ഷണ്ഡത സ്വയം സ്വീകരിക്കുന്നവരുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുള്ളവൻ ഗ്രഹിക്കട്ടെ എന്ന് താൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയുണ്ടായി. നമ്മുടെ വിശ്വാസികൾ, സങ്കേതഭവനത്തിലെ വാർഷിക ധ്യാനത്തിന് ശേഷം കഴിഞ്ഞ ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇന്ന് ഈ വ്യാഴാഴ്ച നമുക്ക് വീണ്ടും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും കർത്താവിനെ ആരാധിക്കുവാൻ ലഭിച്ച ഈ അവസരബോധത്തിൽ നമുക്ക് ദൈവത്തെ ശ്രമിക്കാം. വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷമുള്ള 3-ാം ഞായറാഴ്ച അടുത്തു വരുന്നു. അന്ന് സന്ധ്യയ്ക്ക് വായിക്കേണ്ട വേദഭാഗം ഇന്ന് വായിച്ചിരിക്കുകയാണ്. ഈ 2016 സെപ്റ്റംബർ മാസം 1-ാം തീയതി എന്ന നിലയിൽ മാതാവിൻ്റെ ജന്മപ്പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിൻ്റെ 8 നോയമ്പിൻ്റെ 1-ാം ദിനത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ വാങ്ങിപ്പ് പെരുന്നാളും മാതാവിൻ്റെ ജന്മപ്പെരുന്നാളും രണ്ടും ഒരുപോലെ നമ്മുടെ ധ്യാന വിഷയമായിരിക്കുന്ന സമയം മാതാവ് നമുക്ക് തരാനുള്ള സന്ദേശം ഉണ്ടാകും. വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷമുള്ള 3-ാം ഞായറാഴ്ച സന്ധ്യയ്ക്ക് വിശുദ്ധ പിതാക്കന്മാർ കുടുംബജീവിതത്തെക്കുറിച്ച് ധ്യാനിച്ച് മാതൃകാ കുടുംബമായ മാതാവിൻ്റെയും കർത്താവിൻ്റെയും യോസേപ്പിൻ്റെയും കുടുംബത്തിൽ നിന്ന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ്. വിശുദ്ധ മത്തായി 19-ന്റെ 1 മുതൽ 12 വരെയുള്ള ഭാഗത്ത് യേശു ഗലീലയിൽ നിന്ന് പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദ്യ ദേശത്തെത്തി. അവിടെ വലിയ ജനക്കൂട്ടം അവൻ്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവൻ അവരുടെ രോഗികളെ സുഖപ്പെടുത്തി. ഈ വേദഭാവവും മാതാവുമായിട്ടുള്ള ബന്ധം എന്താണ്? മാതാവിൻ്റെ ജനനവും മാതാവിൻ്റെ വാങ്ങിപ്പും നമ്മളോട് പറയുന്ന പാഠം എന്താണ്? കർത്താവ് ഗലീലയിൽ നിന്ന് പുറപ്പെട്ട് യോർദാന്റെ മറുകര യഹൂദിയയിൽ എത്തിയത് എന്തുകൊണ്ടാണ്? ദൈവഹിതപ്രകാരം യാത്ര ചെയ്യുവാനുള്ള യേശുവിൻ്റെ അതേ മനോഭാവം മാതാവിനുണ്ടായിരുന്നു. കർത്താവ് ഒരു ശിശുവായി മാതാവിൻ്റെ ഉള്ളിലായിരുന്നപ്പോൾ ദൈവനിയോഗപ്രകാരം ദീർഘമായ യാത്ര ചെയ്തതായി നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. ഗലീലക്കാരനായ യേശു യഹൂദിയയിൽ നിന്ന് ഗലീലയിലേക്കും പല പ്രാവശ്യം പോകേണ്ടി വന്നു. തൻ്റെ പരസ്യ ശുശ്രൂഷ യഹൂദിക്കും ഗലീലയ്ക്കും ഉള്ള യാത്രയ്ക്കിടയിലായിരുന്നു. അങ്ങനെ സന്തോഷത്തോടെ യാത്ര ചെയ്യാൻ അന്ന് വാഹനങ്ങൾ ഇല്ലാത്തൊരു കാലം, വാഹന മൃഗങ്ങളിൽ കയറി നടന്നുമൊക്കെ പോകേണ്ട ഒരു കാലം, യാത്ര വളരെ ദുഷ്കരമായിരുന്നൊരു കാലത്ത് കർത്താവിന് ഇങ്ങനെ യഹൂദിക്കും ഗലീലയ്ക്കും ഇടയിൽ പല പ്രാവശ്യം യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ അതിൽ സന്തോഷത്തോടെ ചെയ്യുവാൻ തനിക്ക് സാധിച്ചത് ദൈവോത്തര മനുഷ്യപുത്രനായി
മാതാവിൻ്റെ ശരീരത്തിൽ നിന്ന് താൻ ശരീരം ധരിച്ചപ്പോൾ മാതാവിൻ്റെ സൽഗുണങ്ങളെല്ലാം തന്നെ ഈ മനുഷ്യപുത്രനായിരുന്ന യേശുവിൻ്റെ രക്തത്തിലും ശരീരത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഗർഭത്തിൽ വെച്ച് ഒരു കുഞ്ഞിന് ലഭിക്കുന്ന മാതാപിതാക്കളുടെ സ്വഭാവം, അവരെത്ര പ്രായമായാലും അത് അവരൊക്കെ നല്ല സ്വഭാവമായി നിലനിൽക്കുമെന്ന ഒരു പാഠം ഇതിനകത്തുണ്ട്. കർത്താവ് ഗലീലയിൽ നിന്ന് പുറപ്പെട്ട് യോർദാൻ മറുകയിൽ യഹൂദിയയിൽ എത്തിയപ്പോൾ അതിനകത്തൊരു മടിയുമില്ലായിരുന്നു. ദൈവാത്മ നിയോഗപ്രകാരം അത് വേല തയ്ക്കുവാൻ താൻ ആ യാത്രയെ പ്രയോജനപ്പെടുത്തി. വചനിപ്പിന് ശേഷം യോസേപ്പിനുണ്ടായതായ സംശയരോഗത്തെ സഹിച്ചു വഹിച്ചുകൊണ്ട് യോസേപ്പിന് വെളിപ്പാട് ലഭിക്കുന്നവരെ ഒന്ന് മാറിക്കൊടുക്കുന്നത് നല്ലതാണെന്നുള്ള വിചാരത്തിൽ ഈ കുഞ്ഞിനെയും വയറ്റിലിട്ടുകൊണ്ട് ഈ മാതാവ് ദീർഘദൂരം യാത്ര ചെയ്തതിൻ്റെ ഇടയിൽ യേശു വളരുകയായിരുന്നു. എലിസബത്തിനുള്ളതായ കൂട്ടായ്മ ആ യേശു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമായിരുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ വളർച്ചയ്ക്കും അത് ആവശ്യമായിരുന്നു. നമ്മുടെ യാത്രകൾ ഓരോന്നും ഈ മാതാവിൻ്റെയും കർത്താവിൻ്റെയും ഒക്കെ ആത്മാവിലാണെങ്കിൽ അത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വളരെയധികം പ്രയോജനകരമാണെന്ന് കാര്യം ഓർപ്പിക്കും. ജനിക്കാൻ പോകുന്ന ശിശുക്കൾ, ഉദരത്തിലായിരിക്കുന്ന ശിശുക്കൾ, ശൈശവത്തിലായിരിക്കുന്ന ശിശുക്കളെയും കൊണ്ടുള്ള യാത്രകൾ അവർ ദൈവഹിതം അനുസരിക്കുന്നവരും യേശുവിനെ പോലെ ആകുന്നവരും ആകാൻ സഹായകരമാണെന്നുള്ളൊരു പാഠവിത മാതാവ് നമ്മളോട് പറയുന്നു. മാതാവിന് വേണമെങ്കിൽ വീട്ടിൽ വിശ്രമിക്കാൻ ഒത്തിരി ന്യായമുണ്ട്. ഗർഭിണികൾക്ക് വിശ്രമിക്കാൻ അവകാശമുണ്ട്. അങ്ങനെ മെറ്റേണിറ്റി ലീവിൽ ജോലി ചെയ്യാതെ കുഞ്ഞിനെയും കൊണ്ട് വിശ്രമിക്കുവാൻ എല്ലാ കാലത്തും എല്ലാ തലമുറയിലും നിയമമുള്ളപ്പോൾ മാതാവ് ആ അവകാശത്തെ മാറ്റിക്കളഞ്ഞിട്ടാണ് എൻ്റെ യേശു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക്, സംരക്ഷണയ്ക്ക് ഒരു വേർപാട് ആവശ്യമാണ്. യേശുവിനെയും യേശു കുഞ്ഞിനെയും മാതാവിനെയും മനസ്സിലാകുന്ന ഒരാൾ മാത്രമേ അന്ന് ആ കാലത്തുള്ളൂ. അത് എലിസബത്താണ്. അവിടേക്ക് പോകണമെന്ന് മാതാവിനെ നിശ്ചയിക്കുവാൻ പ്രേരണ നൽകിയത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ നെഴലിലാണ് ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഗബ്രിയേൽ മാലാഖയുടെ ഒരു സൂചന മാതാവിന് ഈ യാത്രയ്ക്ക് പ്രചോദനവും നൽകി. അങ്ങനെ കന്യാമറിയാമിന് കിട്ടിയതായ വചനിപ്പിൻ്റെ സമയം തൻ്റെ മുന്നോടിയായി ദൈവം കരുതിയിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ 6 മാസം വളർന്നു കഴിഞ്ഞു. ആ വൃദ്ധയായിരുന്ന എലിസബത്തിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം മാതാവിനെ, ഇവരെ രണ്ടുപേരെയും പൊരുത്തമുള്ളവരാക്കാനിടയാക്കി. രണ്ടുപേരും ഗർഭിണികൾ. അപ്പോൾ ഗർഭിണികളുടെ ഒരു മേള, അവിടെ ഒരു കൂട്ടായ്മ ആ വീടിനും ദൈവത്തിൻ്റെ പദ്ധതിക്കും വളരെയധികം പ്രയോജനകരമായി. അപ്പം നമുക്ക് യാത്രകളും തീരുമാനങ്ങളും ഉണ്ടാകുന്നതിന് ദൂതന്മാരും വചനവും തരുന്ന സൂചനകൾ, അത് നമ്മളെ കർത്താവ് കരുതിയിരിക്കുന്നിടത്തേക്ക് കൂട്ടായ്മയ്ക്ക് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കണമെന്നൊരു സന്ദേശം ഇതിനകത്തുണ്ട്. ഗബ്രിയേൽ മാലാഖ പറഞ്ഞില്ല മറിയാം ഈ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് എലിസബത്തിൻ്റെ അടുത്ത് പോകണമെന്ന്. എലിസബത്ത് ഗർഭവതിയായെന്നും 6 മാസമായെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ മാതാവ് അതിൽ നിന്ന് ദൈവാത്മാവ് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നറിഞ്ഞ് യാത്രയ്ക്ക് തീരുമാനിക്കുകയാണ്. അപ്പം ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളിൽ ചില സൂചനകളെ കാണുള്ളൂ. ഒന്നും നേരിട്ട് പറയണമെന്നില്ല. ബുദ്ധിയുള്ളവരും പരിജ്ഞാനമുള്ളവരുമാണെങ്കിൽ ഒരു സൂചന കിട്ടിയാൽ മതി ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ, ചില കാര്യങ്ങൾ കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ വൃദ്ധയായിരിക്കുന്ന എലിസബത്തിന് ഒരു കൂട്ടായ്മ ആവശ്യമുണ്ട്, ഒരു താങ്ങ് ആവശ്യമുണ്ട്, ഒരു തണൽ ആവശ്യമുണ്ട്. 6 മാസമായി ഏറ്റവും അധികം ക്ഷീണമുള്ള സമയമാണ്. 6 മാസം തൊട്ട് 9 മാസം വരെയുള്ള ഒരു ഗർഭിണിയുടെ അവസ്ഥ. മാതാവ് അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ആ വല്യമ്മച്ചിയെ ഒന്ന് സഹായിക്കാൻ പോകേണ്ടതിൻ്റെ ചുമതലയാണ് എന്നൊക്കെ മാതാവിന് തോന്നുകയാണ്. അങ്ങനെ ആ യോഹന്നാൻ സ്നാപകന് ജനനം വരെ ഒരു 3 മാസക്കാലം ആ കൂട്ടായ്മ രണ്ടുപേർക്കും പ്രയോജനപ്പെട്ടു. അത് സഭയ്ക്ക് മുഴുവനും ലോകത്തിന് മുഴുവനും അത് പ്രയോജനപ്പെട്ടു. ആ കൂടിക്കാഴ്ചകൾ സങ്കേതഭവനത്തിലെ നമ്മുടെ കൂടിക്കാഴ്ച എലിസബത്തും മറിയാമും കണ്ടതുപോലെയും ഈ സങ്കേതഭവനത്തിലേക്കുള്ള യാത്രകൾ ആ യേശു കുഞ്ഞിനെയും വഹിച്ചുകൊണ്ടുള്ള മാതാവിൻ്റെ യഹൂദ്യ ദേശത്ത് ഉള്ള യാത്ര പോലെയൊക്കെ ആണെങ്കിൽ നമുക്ക് മാത്രമല്ല അടുത്ത അനേക തലമുറകൾക്ക് അത് അനുഗ്രഹം കൊടുക്കുന്നതാണെന്ന് മാതാവ് നമ്മളോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അധ്വാനങ്ങൾ അത് വളരെയധികം ഫലമുള്ളതാണ്. ആ പ്രത്യാശയോടെ നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ടുള്ള സങ്കേതത്തിലേക്കുള്ള വരവ്, നമ്മളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദൈവത്തിൽ സമർപ്പിക്കാൻ വേണ്ടിയുള്ള യാത്രകൾ, അതിൻ്റെ ദുരിതങ്ങൾ, ഇതെല്ലാം മാതാവിനെയും യേശു കുഞ്ഞിനെയും ധ്യാനിച്ചുകൊണ്ട് ചെയ്യാമെങ്കിൽ അത് ദൂരവ്യാപകമായ അനുഗ്രഹങ്ങൾ നമുക്ക് തരുമെന്നുള്ള പാഠം ഇതാ അവർ പഠിപ്പിച്ചിരിക്കുന്നു.
അങ്ങനെ കർത്താവ് അവിടെ എത്തിയപ്പോൾ വലിയ ജനക്കൂട്ടം അവൻ്റെ പിന്നാലെ ചെന്നു. അപ്പോൾ വലിയ ജനക്കൂട്ടം യേശുവിൻ്റെ പിന്നാലെ വരാൻ എന്താ കാര്യം? അവൻ രക്ഷകനാണെന്നും അവൻ അനേകരുടെ സങ്കടങ്ങൾ കേൾക്കാൻ മനസ്സുള്ളവനാണെന്നും ഒക്കെ മനസ്സിലായപ്പോൾ യേശു അവിടെ എത്തിയെന്ന് അറിഞ്ഞതേ ഉള്ളൂ വലിയ ജനക്കൂട്ടം പിന്നാലെ ചെന്നു. അപ്പോൾ സങ്കേത ഭവനത്തിൽ യേശു ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ 1000-ലധികം പേരൂടെ എത്തിച്ചേർന്നു. ഇന്നിപ്പോൾ 1000 പേരുണ്ടോ? ഇല്ല. അപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളൊരു സംശയം. എന്താ, യേശു സന്തോഷ് കരിമാർത്തയുടെ കൂടെ ഇവിടെ വന്നപ്പോൾ 1000 പേരൂടെ വന്നു. ഇപ്പോൾ ഇവിടെ കുർബാനയുണ്ട്, ധ്യാനമുണ്ടെന്ന് അന്ന് വിളിച്ചും പറഞ്ഞതാണ്. അപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം മഴയതിന് അത്രയും വോൾട്ടേജ് ഉണ്ടോ എന്നുള്ള സംശയമുണ്ട്. ശകലം കാണുമായിരിക്കും. എന്താ, അതൊന്നും പോരാ. നമ്മളിനിയും യേശുവിനെ വളർത്തിയത് പോരാന്ന് ആദ്യം അർത്ഥം. അപ്പോൾ യേശുവിനെ 33 വർഷം അല്ലെ 30 കൊല്ലം വളർത്തി കഴിഞ്ഞ് കർത്താവ് പരിശുദ്ധിക്ക് പോയപ്പോഴാണ് ആൾ കൂടാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ യേശു ഉണ്ട്, പക്ഷെ വളർന്നത് പോരാ. അപ്പോൾ യേശു കുഞ്ഞിനെ ശരിക്കും വളർത്തി പരസ്യ ശുശ്രൂഷയിലേക്ക് ആനയിച്ചാൽ ആൾ കുടിക്കോളും എന്നുള്ളൊരു പാടും അതിനകത്തുണ്ട്. അപ്പോൾ കർത്താവ് തിന്മയെ തല്ലി നന്മയെ തീർക്കാൻ പ്രായമാകുന്നവരെ തൈരും തേനും കൊണ്ട് ഉപജീവിച്ച് അങ്ങനെ 30 കൊല്ലം രഹസ്യമായി നല്ലവണ്ണം വീട്ടുജോലി ചെയ്ത് നല്ലവണ്ണം അധ്വാനിച്ച് കൃത്യസമയത്ത് ആ യോർദാൻ നദിയിലെത്തി ഇവൻ എൻ്റെ പ്രിയപുത്രനാണെങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് ചെന്നിടത്തെല്ലാം ആളുകൂടി. അവരെല്ലാം ആകർഷിക്കാനുള്ള കഴിവുണ്ടായി. ആ കാനാവിലെ കല്യാണം പിടിച്ച് നമ്മൾ അവിടുത്തെ പ്രശ്നം പരിഹരിച്ചു. ചെല്ലുന്നിടത്തുള്ളവരുടെ എല്ലാം പ്രശ്നം പരിഹരിക്കുന്ന ആളായിട്ടങ്ങ് മാറി. നമ്മൾ യേശു കുഞ്ഞിനെ ശരിക്കും 30 വയസ്സ് വരെ വളർത്തി കിട്ടിയാൽ അവൻ നമ്മുടെ ഉള്ളിൽ ജീവിച്ചുകൊണ്ട് പരസ്യ ശുശ്രൂഷ നടത്തിക്കോളും. നമ്മുടെ അടുത്ത് ആരും വരാത്തതിന് കാര്യം തന്നെ യേശു കുഞ്ഞ് വളർന്നത് പോരെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ യേശു കുഞ്ഞിനെ വളർന്നാൽ പിശാചിനെ തലയതയോ എന്നുള്ള അവനറിയാം. ഇപ്പോൾ പിശാചിന് കടന്ന ബുദ്ധിയുണ്ട്. നമ്മുടെ ഉള്ളിൽ യേശു വളർന്നതെന്ന് അവന് തലയതയ്ക്കുമെന്നറിയാം. അതുകൊണ്ട് നമ്മളെ വളർത്തുകയില്ല, യേശു കുഞ്ഞിനെ വളർത്തുകയില്ല, ഒന്ന് ചൂട്ടുകയില്ല. അതിന് ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടാക്കാൻ അവൻ മിടുക്കനാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഈ വാർഷിക ധ്യാനത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്ദേശം, നമ്മുടെ ദേവാലയം പണിയും ദേവാലയത്തിൻ്റെ മതിൽ പണിയും ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ദേവാലയം പണിയും മതിൽ പണിയും പൂർത്തിയാകാത്തതുകൊണ്ട് നമ്മളിങ്ങനെ തുറന്നു കിടക്കുകയാണ്. ശത്രുക്കൾക്ക് ആക്രമിക്കാൻ ഒരു വിഷമവും ഇല്ല. നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിലും നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ക്രിസ്തു ശരിക്കും വളരാത്തതുകൊണ്ടും നമ്മുടെ ഉള്ളിൽ യേശുവിന് വസിക്കാൻ പറ്റിയതായ ഭവനം പണി പൂർത്തിയാകാത്തതുകൊണ്ടും ആ ഭവനത്തിന് പറ്റിയ ഒരു മതിൽക്കെട്ടില്ലാത്തതുകൊണ്ടും ഗേറ്റില്ലാത്തതുകൊണ്ടും ഒത്തിരി ശല്യം നമുക്കുണ്ട്. നമുക്കിന്ന് സ്വസ്ഥതയില്ലെങ്കിൽ നമ്മുടെ മാമോദീസായി ഇട്ടതായ ദൈവഭവനത്തിൻ്റെ പണി ഇതുവരെയും പൂർത്തിയായിട്ടില്ല. അതിന് ചുറ്റും ഒരു മതിൽ ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ഇനി മതിൽ പണിതാൽ തന്നെ അതിനകത്ത് വിടവുണ്ട്. ആ വിടവിനകത്ത് പല ജീവികൾ ജീവിച്ച് അതിനെ വലുതാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദേശമാണ് നമുക്ക് ഈ വാർഷിക ധ്യാനത്തിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. അവിടെ 100% ദൈവഭവനം പണിയും മതിൽ പണിയും നടന്നവർ വളരെ ചുരുക്കം, വിരലെണ്ണാണേ ഉള്ളൂ. ബാക്കിയുള്ളവരുടെ എല്ലാം പണി പൂർത്തിയായി ഒരു 30% തൊട്ട് 100% വരെ പണി പൂർത്തിയാകാത്തവർ ഈ വന്നിരിക്കുന്നവരിലുണ്ട്. നമ്മൾ വൈക്കൊണ്ടിരിക്കുന്നവരിലുണ്ടെന്നുള്ള കാര്യം ഒരു കൂടെ ദൈവാത്മാവ് ഓർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മുടെ എല്ലാ പ്രാണനും യേശുവിൻ്റെ മാറിലെത്തിയെങ്കിലേ നമ്മുടെ ഭവനം പണി പൂർത്തിയാവുള്ളൂ. 100% പ്രാണനും യേശുവിൻ്റെ മാറിലെത്തിയാൽ യേശു ആ പ്രാണനിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നിറച്ചിട്ട് ദൈവത്തിൻ്റെ ഭവനമായി നമ്മളെ മാറ്റുകയാണ്. അങ്ങനെ ജീവനുള്ള കല്ലുകളായി മാറും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഇനിയുള്ളതായ ഈ 5 ദിവസത്തെ പരിപാടികൾ, തിങ്കൾ, ബുധൻ, വ്യാഴം, ശനി ദിവസങ്ങളിലെ പരിപാടികളെല്ലാം ഈ വിടവ് അടയ്ക്കാനും പണി പൂർത്തിയാക്കാനുമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എവിടെയെല്ലാം തുറന്നു കിടക്കുന്നു, എവിടെയെല്ലാം വിടവുണ്ട്, ഏതെല്ലാം വിടവുകൾ ഇനി അടയാനുണ്ടെന്നുള്ള കാര്യം പരിശോധിക്കണമെന്നുള്ള കാര്യം ഇതാ ഒന്നുകൂടെ ഈ ധ്യാനം വാർഷിക ധ്യാനം കഴിഞ്ഞ് അടുത്ത ഒരു വർഷക്കാലത്ത് നമ്മുടെ വേലയ്ക്ക് അത് തുടക്കം കുറിക്കുന്ന ഈ ആഴ്ചയിൽ ദൈവാത്മാവ് നമ്മളോട് പറയുകയാണ്. അപ്പോൾ അനേകർ നമ്മളെ കണ്ട് യേശുവിൻ്റെ പിന്നാലെ പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. സുവിശേഷപരമായ നടപടിയിലേക്ക് ആനയിക്കപ്പെട്ട് സുവിശേഷൻ്റെ വേല ചെയ്ത് രണ്ടാമത്തെ വരവിന് യേശുവിനെ വഴിയൊരുക്കുവാൻ അനേകരെ അവിടേക്ക് ആനയിക്കാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. അതിൽ നമുക്ക് കൃത്യവിലോപം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇതുവരെ സ്വസ്ഥത കിട്ടാത്തത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾക്കൊക്കെ ഉണ്ടായി. അതുകൊണ്ട് അവിടെ വെച്ച് അവിടെ രോഗികളെ സുഖപ്പെടുത്തി. അപ്പോൾ കർത്താവിൻ്റെ രോഗശാന്തി ശുശ്രൂഷ സങ്കേത ഭവനത്തിലൂടെ, നമ്മുടെ പള്ളിയിലൂടെ, നമ്മുടെ വീടുകളിലൂടെ ഒക്കെ തുടരാൻ നമുക്ക് കഴിയുന്നുണ്ടോ? യേശു കപ്പർന്നഹൂമിലെ ഒരു വീട്ടിലുണ്ടെന്നുള്ള കേൾവി കേട്ടപ്പോൾ അവിടെ അനേകർ ഓടിക്കൂടി, ആ ദേശത്തുള്ളവർ മുഴുവൻ കൂടി അവർക്കൊക്കെ സൗഖ്യം കിട്ടി എന്നുള്ള കാര്യം നമ്മൾ കേട്ടു. നമ്മുടെ വീട് സങ്കേത ഭവൻ കപ്പർന്നഹൂമിലെ വീട് പോലെയാണോ? ആണെങ്കിൽ ആളുകൾ കൂടിക്കോളും. അവരെ ശുശ്രൂഷിക്കാൻ നമുക്ക് മനസ്സുണ്ടോ? അതിനുള്ളതായ കൃപകളുണ്ടോ, കൃപാവനങ്ങളുണ്ടോ എന്നുള്ളത് ആ കാര്യം നമ്മളൊന്നുകൂടെ പരിശോധിക്കുകയാണ്. അപ്പോൾ രോഗശാന്തി വചന ശുശ്രൂഷയും സുവിശേഷ വേലയും തുടരുവാനാണ് നമ്മളെ ആക്കിയിരിക്കുന്നെങ്കിൽ അത് നമ്മൾ ഇതുവരെയും വിജയിച്ചിട്ടില്ല.
അത് വിജയിപ്പിക്കുവാൻ നമ്മൾ ഒന്നുകൂടെ തീരുമാനമെടുക്കുകയാണെങ്കിൽ അതിന് ഈ 8 നോമ്പ് സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പരിശുദ്ധ കന്യാമറിയാമിന്റെ ജനനത്തിന് മാതാപിതാക്കൾ നോയമ്പെടുത്തു. അവർ 40 ദിവസം നോയമ്പെടുത്തു കഴിഞ്ഞാണ് കന്യാമറിയാം ജനിക്കുന്നതെന്നാണ് മാതാവിന്റെ ചരിത്രം പറയുന്നത്. അപ്പോൾ നമ്മുടെ 8 നോയമ്പ് നമ്മുടെ അടുത്ത തലമുറയിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ദൈവം യേശു ജനിക്കുവാൻ, നമ്മൾ ജനിച്ച യേശുവിനെ വളർത്തുവാൻ മാതാവിനെ ആ കുടുംബ പശ്ചാത്തലം ഒതുക്കിയതുപോലെ ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിന്റെ 1-12 വരെയുള്ള ഭാഗത്ത് കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ളതായ വിടവ് ആ കുടുംബത്തെ ശാപമുള്ളതാക്കി തീർക്കുന്നു. അപ്പോൾ കുടുംബം ക്രിസ്തീയ കുടുംബമായാൽ അവിടുന്ന് അനുഗ്രഹിക്കപ്പെട്ട 1000 തലമുറയ്ക്ക് വരെ അനുഗ്രഹം കൊടുക്കുന്ന നല്ല തലമുറയുണ്ടാവും എന്ന് പിശാചിനറിയാം. ആ വലിയ കാര്യം അറിയാവുന്ന പിശാച് കുടുംബത്തിൽ പിളർപ്പുണ്ടാക്കി ഭാര്യയും ഭർത്താവിനെയും മക്കളെയും അങ്ങനെ വീട്ടിലുള്ളവരെയും തമ്മിൽ പിണക്കി ആ വിടവിലൂടെ പിശാച് കയറി നമ്മുടെ ഭവനങ്ങളെ നരകമാക്കുവാൻ പിശാച് മിടുക്കനാണെന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ടാണ് കർത്താവ് തൻ്റെ അടുത്ത് തന്നെ പരീക്ഷിക്കാൻ വന്നവരോട് കുടുംബജീവിതത്തെക്കുറിച്ച് സംസാരിക്കാനിടയായത്. യേശുവിൻ്റെ അടുത്ത് പരീശന്മാർ ചെന്നപ്പോൾ അവനെ പരീക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും കാരണത്താൽ അവന് ഭാര്യയെ ഉപേക്ഷിക്കുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ച് എന്തുകൊണ്ടാണ് പരീശന്മാർക്ക് യേശുവിനെ പരീക്ഷിക്കണമെന്ന് തോന്നിയത്? ലൂക്കോസ് വിശേഷം 8 അധ്യായത്തിൽ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് തൻ്റെ കൂടെ 12 ശിഷ്യന്മാർ മാത്രമല്ല പല സ്ത്രീകളും ഉണ്ടായിരുന്നു അതിനകത്ത് എഴുതിയിരിക്കുന്നത്. പലതരത്തിലുള്ള സ്ത്രീകളും പല പ്രായത്തിലെ പലതരത്തിലുള്ള സ്ത്രീകൾ അവരെയും കൂട്ടിക്കൊണ്ടാണ് കർത്താവ് നടന്നത്. അപ്പോൾ ഈ പരീശന്മാർ നോക്കിയപ്പോൾ കർത്താവ് ഇവരുടെ എല്ലാം കുടുംബജീവിതം തകർത്തേച്ച് ഇവരെ തട്ടിയെടുത്തതാണെന്നാണ് അവർ ആരോപിച്ചത്. യേശുവിൻ്റെ കൂടെയുള്ള സ്ത്രീകളെയൊക്കെ അവിടെ വീട്ടിൽ പറഞ്ഞുവിടാതെ കർത്താവിനെ കൊണ്ടു നടന്നത് അവർക്ക് യേശുവിനെക്കുറിച്ച് അപവാദം പറയാനുള്ളൊരു വിഷയമായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ മനോഭാവം എന്താണ് കുടുംബജീവിതത്തെ? അപ്പോൾ ഈ കർത്താവിനോട് നടന്ന സ്ത്രീകളൊക്കെ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചേച്ച് കുടുംബവും കളഞ്ഞേച്ച് ചുമ്മാ പുറകെ അലഞ്ഞു നടക്കുകയാണെന്നായിരുന്നു വിചാരം. അതിന് മറുപടി എന്നാ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് പരീക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും ഭർത്താവിന് ഭാര്യയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാര്യയ്ക്ക് ഭർത്താവിനെ ഉപേക്ഷിക്കുന്നത് ന്യായമാണെന്ന് ചോദിച്ചത്. കർത്താവിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു തരി കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ കർത്താവ് ശരിക്കും അവരെ അങ്ങ് പഠിപ്പിച്ചു കൊടുത്തു. കർത്താവയുടെ കുടുംബം തകർത്തേച്ചോ കുടുംബജീവിതത്തിൽ ഇടങ്കോലിട്ടിട്ടല്ല ഇവരെ വന്നിരിക്കുന്നത്. ആ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് കർത്താവ് ഇവരെ കൊണ്ടു നടക്കുന്നത്. അവർക്ക് വീട്ടിൽ പോകാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ അവർ ഭൂതഗ്രസ്തരായ വീട്ടിൽ നിന്ന് തള്ളപ്പെട്ടപ്പോൾ അവർ കൊള്ളരുതാത്തവരായി സമൂഹം അവരെ തള്ളിയപ്പോൾ അവരെ സ്വീകരിച്ച് അവരെ വളർത്തി ഒരുക്കി മെരുക്കി അവരെ തിരിച്ച് അവരുടെ ഭവനങ്ങളിലേക്ക് അയക്കാൻ വേണ്ടി തന്നെയാണ് കർത്താവ് അവരെ കൊണ്ടു നടന്നത്. ഒരു ആശുപത്രിയിലായിരിക്കുന്ന രോഗി വീട് വേണ്ടാഞ്ഞിട്ടല്ല, ബന്ധുക്കൾ വേണ്ടാഞ്ഞിട്ടല്ല, രോഗിയായിപ്പോയി ആശുപത്രിയിൽ മാത്രമേ ചികിത്സിക്കാനൊക്കെയുള്ളൂ എന്നതുകൊണ്ട് കർത്താവ് ഒരു മൊബൈൽ ഹോസ്പിറ്റലായിട്ടാണ് ഇവരെ കൊണ്ടു നടന്നത്. മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഇവരെല്ലാം ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് കൊണ്ടു നടന്നത്. ഇവരെ ആൾക്ക് അവരെ വഹിക്കാനൊക്കെയില്ല, കർത്താവിന് മാത്രമേ അവരെ വഹിക്കാനൊക്കെയുള്ളൂ എന്നുള്ളതുകൊണ്ട് അവരെ കൊണ്ടു നടന്നിട്ട് അവരെല്ലാം പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം അവരുടെ വീടുകളിൽ എത്തിച്ചിട്ടുണ്ട്. പെന്തിക്കോസ്തി വരെ കർത്താവിന്റെ ക്രൂശ് മരണം വരെ അവരെ ശുദ്ധീകരിക്കുവാനും ശക്തീകരിക്കാനും സൗഖ്യമാക്കുവാനും യഥാസ്ഥാനപ്പെടുന്നവരുടെ വിടവുകൾ അടയ്ക്കാൻ വേണ്ടിയാണ് അവരെ കൊണ്ടു നടന്നത്. അങ്ങനെ ഈ കർത്താവിനോട് നിന്ന സ്ത്രീകളൊക്കെയും പെന്തിക്കോസ്തിയിൽ കാത്തിരുന്ന് ആത്മനിറവിൽ അവരെല്ലാം വിശുദ്ധ കുടുംബങ്ങളായി മാറിയെന്ന് സഭാചരിത്രമുണ്ട്. അങ്ങനെ യേശുവിൻ്റെ കൂടെ നടന്ന എല്ലാ സ്ത്രീകളും പെന്തിക്കോസ്തിയുടെ അനുഭവത്തിന് ശേഷം അവരുടെ കുടുംബത്തിന്റെ എല്ലാ വിടവുകളും അടച്ച് അവർക്ക് മാതൃകാ കുടുംബങ്ങളായി അനേക വിശുദ്ധന്മാരെ ശുദ്ധിമതികളെയും സഭയ്ക്ക് നൽകിയവരായി തീർന്നതാണ് സഭാചരിത്രം പറയുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ അവരെ യേശു മുൻമതിയോടുകൂടിയും തെറ്റിദ്ധാരണയോടും സംശയത്തോടും കൂടിയാണ് കർത്താവിന്റെ കൂടെ നടന്നവരെ കുറിച്ച് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ പരീക്ഷ കർത്താവിന് നടത്തിയത്. ഏതെങ്കിലും കാരണത്താൽ ഒരു ഭാര്യയെ ഉപേക്ഷിക്കുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ച് അവനവർ ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്നും അതുകൊണ്ട് പുരുഷൻ പിതാവിനെയും മാതാവിനെയും ഭാര്യയോട് ചേർന്ന് അവർ ഒരു ശരീരമായി തീരുന്നു നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അപ്പൊ കർത്താവിനെ പരീക്ഷിക്കാൻ വന്നവരുടെ മുമ്പിലും കർത്താവ് ഒരു ബൈബിൾ ക്ലാസ് അങ്ങ് നടത്തുകയാണ്. കുടുംബജീവിതത്തെക്കുറിച്ചുള്ള നല്ലൊരു ക്ലാസ് നമുക്കും കിട്ടി. അപ്പോൾ കർത്താവ് കുടുംബജീവിതത്തെക്കുറിച്ചും ഭാര്യാഭർത്തക്കന്മാരെക്കുറിച്ചും അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള കർത്താവിനെ ക്ലാസ് എടുക്കുവാൻ ആ പരീക്ഷ ഉതകി എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെയും പരീക്ഷിച്ചുകൊണ്ട് പലരും നമ്മളോട് ചോദിക്കുന്നു, വചനം പറയാനുണ്ടായിരിക്കണം. സങ്കേതഭവനത്തെക്കുറിച്ചും നമ്മുടെ വരവ് പോക്കളെക്കുറിച്ചും സംശയമുള്ളവരുണ്ടാകാം. നമ്മളെ പരീക്ഷിക്കാൻ പലതും ചോദിച്ചെന്നിരിക്കും. അപ്പോൾ പറയാം, വചനം നിങ്ങളുടെ കയ്യിലുണ്ടോ? അപ്പം വചനം മുഴുവൻ പഠിച്ച് അത് ഹൃദയത്തിൽ ഹൃദയസ്ഥമാക്കി അതിലാവും പോലും വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ പരീക്ഷിക്കാൻ വരുന്നവർക്ക് ഒരു ബൈബിൾ ക്ലാസ് എടുക്കാൻ ഒരു വിഷയം നമ്മുടെ കാണും. സ്റ്റോക്ക് വല്ലതും കയ്യിലുണ്ടോ? അപ്പം പലരും പരീക്ഷിക്കാൻ വരും. ഇനി നിങ്ങൾ സങ്കേത ഭവനത്തിൽ സങ്കേത പട്ടണത്തിൽ പോയിട്ട് എന്നാ കിട്ടി, എന്തിനാ ഇങ്ങനെ എന്നും പോകുന്നത്
എന്നൊക്കെ സംശയമുള്ളവരുണ്ട്. എന്നും ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങുമ്പോൾ പലർക്കും അയൽക്കാരും ഒക്കെ സംശയമായി, ഇവിടെ എവിടെയായി പോകുന്നു, എന്നും പോകുന്നുണ്ട്, ഓഫീസിൽ പോകുന്ന പോലെ അങ്ങ് പോവുക, എന്തായി കാര്യം. അപ്പോൾ അവർക്ക് പല സംശയങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർക്കൊക്കെ ബൈബിൾ ക്ലാസ് എടുക്കാൻ നിങ്ങളുടെ വചനം വല്ലതും ഉണ്ടോ? കർത്താവിൻ്റെ മാതൃക. അപ്പോൾ മാതാവ് ഈ 3 മാസം മാതാവിൻ്റെ മാതാപിതാക്കളുടെ കൂടെ താമസിച്ച് പാല് കുടിച്ചതിൻ്റെ ആ തൻ്റെ ഇടം കൊണ്ടാണ് ആ പള്ളിയിൽ ഒറ്റയ്ക്ക് ഒരു ബാലികയായിട്ട് താമസിക്കാൻ സാധിച്ചത്. ശരിക്കും പാല് കുടിച്ചതുകൊണ്ട് മകന് വീട്ടിൽ നിന്നൊന്നും കിട്ടാവുന്നതെല്ലാം കിട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിതാവിൻ്റെ സന്നിധിയിൽ അവൾ വിശ്വസ്തയോടെ ഇരുന്നതുകൊണ്ട് 12 വയസ്സ് വരെ ജീവിച്ചതുകൊണ്ടാണ് യേശു കുഞ്ഞിനെ കിട്ടിയത്. അങ്ങനെ മാതാവിൻ്റെ ആ 3 കൊല്ലത്തെ പാലുകുടിയും അതിൻ്റെ ശേഷം മാതാവിൻ്റെ 3 മാസത്തെ എലിസബത്തിനോടത്തുള്ള കൂട്ടായ്മയെല്ലാം അനേക രക്ഷപ്പെടുന്നതിനും അനേകർ വചനം കേൾക്കുന്നതിനും അനേകർക്ക് സൗഖ്യം കിട്ടുന്നതിനെല്ലാം മുഖാന്തരമായി തീർന്നു. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പഠിക്കുന്ന പാഠങ്ങൾ വചനങ്ങൾ മുഴുവനും അത് ഇണചേർത്ത് ചിന്തിച്ച് സംശയക്കാരുടെയും പരീക്ഷിക്കുന്നവരുടെയും എല്ലാം സംശയങ്ങൾ തീർത്തു കൊടുക്കുന്ന അവസരങ്ങളാക്കി തീർക്കാൻ കൃപയോടുകൂടെ ഉപ്പുള്ള വാക്കുകൾ പറഞ്ഞ് അനേകർക്ക് ആത്മീയവർദ്ധന വരുത്തുവാൻ നമ്മൾ തയ്യാറായിരിക്കണമെന്നുള്ള പാഠവും ഇവിടെ ഇതാ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഭാര്യാഭർത്തക്കന്മാർ ഒന്നായി കഴിഞ്ഞാൽ അവരെ രണ്ടാക്കാനായിട്ട് പിശാച് മഹാമിടുക്കരാണ്. അപ്പോൾ അവരുടെ ഇടയിൽ പഴുതുകളുണ്ടാക്കി, സംശയങ്ങളുണ്ടാക്കി, അസ്വസ്ഥത ഉണ്ടാക്കി, അത് മക്കളെയും നാടിനെയും വീടിനെയും എല്ലാം അശുദ്ധമാക്കാനുള്ള പരീക്ഷ അന്നത്തെ പോലെ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ വിവാഹമോചനത്തിൻ്റെ ആ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ചരിത്രം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പത്തനംതിട്ടയും തിരുവല്ലയിലും ഒക്കെ കുടുംബ കോടതിയിൽ ആയിരക്കണക്കിന് കേസുകൾ കിടക്കുന്നു. അതിൻ്റെ അനേകർ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അനേകർ മുറിവേറ്റ് അസ്വസ്ഥമായ വാദപ്രതിവാദം തുടരുന്നു. ഇതിൻ്റെ എല്ലാം പുറകിൽ വചനപ്രകാരം ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ യേശുവിൻ്റെ വചനം അവരെ ഒന്നാക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി എല്ലാ മുറിവുകളെയും വിടവുകളെയും ഒന്നാക്കി എല്ലാ ദിവസവും ഒരുമനപ്പെട്ട് മുമ്പോട്ട് പോയി ഒരു മാതൃകാ കുടുംബജീവിതം നയിപ്പാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നുള്ള പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 2 തരം ജീവിതത്തെക്കുറിച്ചും അവസാന സൂചനയുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി മുഴുവൻ സമയവും അവിവാഹിതരായി ജീവിക്കാൻ വരം ലഭിക്കുന്നവർ അങ്ങനെ, കുടുംബജീവൻ നയിപ്പാൻ കൃപ ലഭിച്ചവർ യേശുവിനോടൊപ്പം അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ആ വേല പൂർത്തീകരിപ്പാൻ വിവാഹിതരും അവിവാഹിതരുമായ 2 കൂട്ടർ ജനങ്ങൾ സഭയിൽ ആവശ്യമാണെന്ന് ഇവിടെ കർത്താവ് സൂചിപ്പിച്ചു. അങ്ങനെ സ്വർഗരാജ്യത്തിനായി ഷണ്ണത സ്വയം സ്വീകരിച്ചിരിക്കുന്നവരുണ്ട്. ഗ്രഹിക്കാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ആ ഗ്രഹിക്കാൻ കഴിവുള്ള യോഹന്നാൻ തൻ്റെ ബ്രഹ്മചാരിയായി യേശുവിന് മാർച്ചാരി താൻ അങ്ങനെ തൻ്റെ 120 വയസ്സ് വരെ ജീവിച്ചിരുന്ന് അനേകരെ നേടിയെന്ന് പറയുന്നു. പത്രോസ് കുടുംബസ്ഥനായി ഭാര്യയോടൊത്ത് ജീവിച്ച് കുടുംബജീവിതം നയിച്ച് അവരെ രക്ഷിച്ചുകൊണ്ട് ആ കുടുംബജീവിതത്തിലൂടെ തനിക്ക് ക്രിസ്ത്യ ജീവിതം സാധിക്കുമെന്ന് പഠിപ്പിച്ചു. ഇങ്ങനെ കർത്താവിൻ്റെ കൂടെ കുടുംബസ്ഥരും സന്യാസികളും ഉണ്ടായിരുന്നു. ആ സന്യാസികളും സന്യാസിനികളും ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ ചേർന്ന് ദൈവവേല ചെയ്തതുപോലെ നമുക്കും സങ്കേതഭവനത്തിലൂടെ യേശു 2ാമത്തെ വരവിന് വഴിയൊരുക്കുവാൻ കുടുംബസ്ഥരെയും സന്യസ്തരെയും ആവശ്യമുണ്ട്. അങ്ങനെ 2 തരത്തിലുള്ളവരും ഒത്തൊരുമിച്ച് വേല ചെയ്ത് കർത്താവിന് 2ാമത്തെ വരവിന് വഴിയൊരുക്കി. ഇവിടെ ഒരു 500 പേരെ വരെ ധ്യാനിപ്പിക്കുന്ന ഒരു ധ്യാനമന്ദിരം ഉണ്ടാകണമെന്നാണ് പലരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. 500 പേർക്ക് ഒരേ സമയത്ത് ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദിനചര്യകൾ നടത്തുവാനും വിശ്രമിക്കുവാനും ഒക്കെ പറ്റിയ കെട്ടിടങ്ങളും സാഹചര്യങ്ങളും പ്രേക്ഷിതരും ഒക്കെ ഉണ്ടാകാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഈ വാർഷിക ധ്യാനം പിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിനാവശ്യം ഈ സമീപത്തുള്ളതായ സ്ഥലങ്ങളും ഇവിടെ ഉള്ള സ്ഥലവും എല്ലാം ശരിക്കും പ്രയോജനപ്പെടുത്തി കർത്താവിൻ്റെ വരവിന് വഴിയൊരുക്കുന്ന ഒരു ധ്യാനമന്ദിരമായി ഇത് വളർത്താനുള്ള ആഗ്രഹം നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. നമ്മുടെ പ്രാർത്ഥന തുടരാം. നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ അതിന് ഉതകട്ടെ. അതിന് അനേക പ്രേക്ഷിതരെ ആവശ്യമുണ്ട്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്താൻ പറ്റിയ ദൈവം വിളിച്ചവരെ സ്വീകരിപ്പാനും പരിശീലിപ്പിക്കാനും ഇനിയുള്ള നമ്മുടെ വരവ് പോക്കുകൾ ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാതാവിൻ്റെ ജനനപ്പെരുന്നാളിനെ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിൻ്റെ 1-ാം ദിനത്തിൽ മാതാവിൻ്റെ വാങ്ങിപ്പെരുന്നാളിനെയും ജനനപ്പെരുന്നാളിനെയും കൂട്ടിയിണക്കി ചിന്തിച്ച് പിതാക്കന്മാർക്ക് കിട്ടിയതായ സന്ദേശം നമുക്ക് കിട്ടുവാൻ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. മാതാവിൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ മാതാവിൻ്റെ സമർപ്പണവും മാതാവിൻ്റെ ജീവിതവും അനേകർക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേർക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ ഇടയായതുപോലെ ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ വരവുകളും ഞങ്ങളുടെ പോക്കുകളും ഞങ്ങളോട് ആരെല്ലാം എങ്ങനെയെല്ലാം ഇടപെട്ടാലും അവരോടെല്ലാം സൗമ്യമായി ഞങ്ങളെ ആരെല്ലാം പരീക്ഷിക്കാൻ വന്നാലും ഞങ്ങളോട് എങ്ങനെയെല്ലാം പെരുമാറിയാലും കർത്താവിനെ പോലെ മാതാവിനെ പോലെ വചനപ്രകാരം അവരോട് പ്രതികരിച്ച് അവരെയൊക്കെ നേടിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായി.